നമസ്കാരം പ്രിയമുള്ളവരെ, 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ നമ്മളുടെ രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണക്കാർക്ക് വേണ്ടി പുതിയ തൊഴിൽ കാർഡുകൾ വിതരണം ചെയ്ത് അവർക്കെല്ലാം തന്നെ ഉറപ്പായ ശമ്പളം നൽകുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി എന്ന് പറയുന്ന സ്കീമിന് തുടക്കം കുറിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന് പകരമായിട്ടാണ് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് ബില്ല് പാസാക്കി ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്നത്. മുൻപത്തെ പദ്ധതിയിൽ 100% കേന്ദ്രവിഹിതമായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം മുതൽ ഇത് 60-40 എന്ന ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ കണക്കിലേക്ക് വരും. അതായത് 60% കേന്ദ്രവിഹിതം, അതോടൊപ്പം തന്നെ 40% സംസ്ഥാനവും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് അനുവദിച്ചിരുന്ന കേന്ദ്രവിഹിതമൊക്കെ ഒരു 4000-5000 കോടി രൂപയ്ക്ക് ആയിരുന്നുവെങ്കിൽ അതിൽ കുറവ് വരുമെന്ന അർത്ഥം. ഇനി അത് മാത്രമല്ല, നമ്മളുടെ സംസ്ഥാനത്ത് മുൻപ് 100 തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പുവരുത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 125ഓളം തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 125ഓളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുമെന്നും നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വേതനം അത് 400 രൂപയും അതിനു മുകളിലേക്കും, അതാണ് കേന്ദ്ര സർക്കാർ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ആ രീതിയിൽ വരുമെന്നും അതോടൊപ്പം തന്നെ അപകട ഇൻഷുറൻസ് പോലുള്ള സ്കീമുകൾ ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിന് കീഴിൽ നിലവിൽ വികസനത്തിന് വേണ്ട വിവിധ കർമ്മ പദ്ധതികളായിരിക്കും നടപ്പിലാക്കുക. ഇനി കാർഷിക സമയത്ത്, അതായത് കാർഷിക സീസണുകളുടെയൊക്കെ സമയമാണ് എങ്കിൽ 60 ദിവസത്തോളം പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ചില സമയത്ത് ചില സീസണുകളിൽ തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. നിലവിൽ 125 എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഇത് എത്ര ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ജൂലൈ മാസം 1-ാം തീയതി ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ട് എങ്കിലും എന്നു മുതലാണ് നമ്മളുടെ സംസ്ഥാനത്ത് പ്രവൃത്തികൾ ആരംഭിക്കുക എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അത് ഒരുപോലെ യോജിച്ച് പോയെങ്കിൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടപ്പിലാക്കാനൊക്കെ വളരെ വേഗത്തിൽ നടപ്പിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി പദ്ധതിയിൽ മുൻപുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള കാർഡ് ഉപയോഗിച്ച് തന്നെ അവർക്ക് തൊഴിലിൽ ഏർപ്പെടാൻ സാധിക്കും. എന്നാൽ പ്രവർത്തന സംവിധാനങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും. സാലറി, അതായത് ദിവസവേതനം എത്തുന്നത് സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ പുതിയ സംവിധാനങ്ങൾ ക്രമീകരിക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. അതെല്ലാം തന്നെ പടിപടിയായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, പഴയ നമ്മളുടെ തൊഴിൽ കാർഡ് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ പകരമായിട്ട് നിലവിൽ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് എന്ന രീതിയിൽ പുതിയ കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നത് പോലെ തന്നെ പഞ്ചായത്ത് വഴി തൊഴിലുറപ്പ് വിഭാഗം വഴി അപേക്ഷിച്ച് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ, EKYC പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിലവിൽ ഒരു വീട്ടിൽ ഒരംഗം എന്നിങ്ങനെയുള്ള നിബന്ധനകളില്ല. ഒന്നിലധികം ആളുകൾക്ക്, മറ്റ് വേതനമൊന്നും ലഭിക്കാത്തവർക്കെല്ലാം ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഒരു വരുമാനം ഇതിലൂടെ സമ്പാദിക്കുന്നതിന് വേണ്ടി, ദിവസവേതനം നേടുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ പഴയ പദ്ധതിയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക അപേക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല. എന്നാൽ പുതുതായിട്ട് ചേരാൻ താല്പര്യമുള്ളവർക്കും അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തൊഴിലുറപ്പ് വിഭാഗവുമായിട്ട് അന്വേഷിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കാർഡ് മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.